അങ്ങനെ സമയത്ത് 5:30 സമയമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രസ്സ് മാറി. ഇവരുടെ മുടിയൊന്നും കെട്ടിട്ടില്ല, മേലൊളിച്ചു, കുണിക്കൊക്കെ മേലൊളിച്ചു. ഞങ്ങൾ തലയൊക്കെ കുളിച്ച് ഞങ്ങളെല്ലാവരും സെറ്റായി. അപ്പോൾ നമ്മളിങ്ങനെ പോണ 1000 ഏക്കർ ബോച്ച. എങ്ങനെയാണ് എങ്ങനെയാ ബോച്ച അടിക്കുക? കുണുക്കൻ്റെ ബോച്ചയുടെ ആരാധകനാണ് കേട്ടോ കുണുക്കൻ. അപ്പോൾ നമ്മൾ ബോച്ചനാണ് കുണുക്ക ഹാപ്പി. നോക്കട്ടെ 4 മണിക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും വിളിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഹലോ പോവാ പോട്ടാ. അവിടെ എത്തുന്നോടുകൂടി മേക്കപ്പ് ചെയ്യാന്ന് വെച്ച് എല്ലാവരും കൂടി പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറാ. വാച്ച് ഇപ്പോൾ കുണിക്ക് കാർത്തോടെ വയ്ക്കും. അപ്പം നമുക്ക് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ക്രീമൊന്നും പറ്റിയില്ല കേട്ടോ. കുളിച്ചു, പൊട്ടുകുത്തി, ലിപ്സ്റ്റിക്ക് ഇട്ട് പോകുന്നുണ്ട്. നമ്മളിനി എവിടെയെങ്കിലും ഇറങ്ങുന്ന സമയത്തൊക്കെ മേക്കപ്പ് ചെയ്താൽ മതിയല്ലോ. നമ്മളൊരു ചെറിയ മേക്കപ്പ് ബാഗും പിടിച്ചു കഴിഞ്ഞാൽ വണ്ടിയിലിരുന്ന്. ഇന്ന് ബ്ലാക്ക് വാച്ചാണോ? എനിക്കൊരു ബ്ലാക്ക് വാച്ച് പിടിച്ചു. അതിനായിട്ട് ബ്ലാക്ക് വാച്ച് ബ്ലാക്ക് വാച്ച് എന്തേ വാച്ചോളം കിട്ടി നിങ്ങൾ വാച്ചോളൊക്കെ അവിടെ നിർത്തി. അങ്ങനെ രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഒരു 10:30 ഒക്കെ സമയമാകുമ്പോഴേക്കും നമ്മൾ വയനാട് എത്തിയിട്ടാണ്. വയനാട് എത്തി കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് കറങ്ങി ബോച്ചയുടെ അവിടേക്കൊക്കെ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടേക്ക് എത്തിയിട്ട്. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഗിവ് അവേ നടക്കണം കേട്ടോ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ ഗിവ് അവേയുടെ ഇത് കാണുന്നതും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു അതിശയമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ബെൻസ് കാറും കാര്യവും ഗിവ് അവേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച ഒരു അത്ഭുതം തന്നെയാണ്. അതൊരു അതിശയത്തോടു കൂടി തന്നെയാണ് ഞാൻ കണ്ടു നിന്നത് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മുടെ ബെൻസ് കാറാണ് കേട്ടത്. ബോച്ചയാണ് കേട്ടോ അത് കൊടുക്കുന്നത്. ബോച്ചയും പിന്നെ ബോംബെ വാല എന്ന് പറയണ ആളും കൂടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര ദൈവമേ, ബോച്ച അവിടെ നിന്ന നേരം കൊണ്ട് എത്ര ആൾക്കാരാണ് വഴിയിൽ വണ്ടി നിർത്തി ബോച്ചയുടെ അടുത്ത് വരലും ബോച്ചനെ കാണുന്നു, സെൽഫി എടുക്കും. നമ്മളും ഇപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ബോച്ചയെ കാണുന്നത്. എത്ര കണ്ടാലും ആൾ ഭയങ്കര കൂളായി ഭയങ്കര ഇതിലാണ്. हेलो हाय माय डियर फ्रेंड्स, अभी बेंस एसयूवी वो विनर को अभी देने का आइए। नाम क्या है? आपका नाम क्या है? ये मियां खलीफा का कोई रिलेशन है क्या? ऐसे ही लगा था। ओके, आपका उससे कोई रिलेशन है? पक्का कोई रिलेशन? नहीं देखिए आपका बेंस भाई का बोचे का नहीं क्या हम नया सोच रहे हैं कि इससे कोई बड़ा करेंगे बड़ा गाड़ी आएगा बिल्कुल। और मैं चाहता हूँ कि वो भी आपके ही किसी फैमिली में आ जाए तो और अच्छा रहेगा। हाँ क्या थैंक यू सो मच। क्या बात है, बहुत बढ़िया। താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ബോച്ച നമ്മുടെ ചായ വാലോണ്ട് ചായ ഇടിപ്പിച്ച് കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ എല്ലാ സെറ്റും കാര്യം ഇട്ടുണ്ടായിരുന്നു. പോണവർക്കൊക്കെ ഒരു കൗതുകമായിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങി അത് കണ്ടു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റി. ओके गाइस, हो ना अगर अभी चाय कंफर्म रेडी हो गई थी बढ़िया तो और ज़्यादा मज़ा आएगा चाय पर क्या करें। थैंक यू। ओके राहुल, ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പറഞ്ഞത് ജസ്റ്റ് പെട്ടെന്നൊരു യാത്ര ഉണ്ടായിരുന്നു. വേറെ എവിടേക്കല്ല, വയനാട്ടിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞേ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ചായയുടെ കൊടുക്കുന്നത് ഏലക്കായിട്ട് ചായയിലാട്ടോ. അപ്പോൾ ഞാൻ കുറേ ഇപ്പോൾ ഒരു വർഷമായിട്ട് 2 പെരിയിലൊക്കെ ഇട്ടിട്ട് മാമൻ്റെ പെരിയ മേമയുടെ പെരിയിലൊക്കെ ഇട്ടിട്ടാണ് സൗസറും ഇട്ടുണ്ട്. അപ്പം 2 തവണ 1 വർഷമൊക്കെ ആയിട്ട് ഞാൻ നെസ്റ്റോലെ ചായയിലാട്ട് യൂസ് ചെയ്യുന്നത്, നല്ല ചായയില.
അപ്പോൾ അവർ പറഞ്ഞു നല്ല ചായ ചേച്ചി വേണ്ട വെച്ചപ്പോൾ ഞാൻ വേണ്ട ഞങ്ങൾക്ക് നമ്മൾ സ്ഥിരം പറയുന്ന നാളായിട്ട് അത് ചായ കുടിക്കുമ്പോൾ പിന്നെ അതൊന്നും മാറ്റി കുടിക്കാൻ താല്പര്യമില്ല കാരണം വേണ്ടാന്ന് പറഞ്ഞു. കാരണം ചേച്ചി ഒന്ന് മേടിച്ചു നോക്കി ഏലക്കായ ഇട്ട ചായയിലാണ് ഏലക്കായ സെപ്പറേറ്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചായയിൽ സെപ്പറേറ്റ് കട്ട ചായയിൽ ഏലക്കായ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ശരിയെന്ന് വെച്ചിട്ട് ഞാനൊരു 100 ഗ്രാം ശരിക്കും ഒരു 50 ഗ്രാം മേടിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായി. കുറച്ച് വേണ്ടല്ലേ, നല്ല ചായ ഏലക്കായിട്ട് ചായ നല്ല ചായയുടെ ഏലക്കായിട്ട് ചായ. അപ്പം അത് ഞങ്ങൾ അത് മാമി അത് എടുക്കാൻ പാടില്ല, മാമിനൊക്കെ ഇതില്ലേ വാച്ചില്ല അത് കണ്ടു ഒട്ടി ഇങ്ങനെ വെറുതൊക്കെ പോകുമ്പോൾ വാങ്ങിക്കൊണ്ട്. അപ്പം അപ്പൊ ഞങ്ങൾ ചായ മേടിച്ചു. പിന്നെ കഴിഞ്ഞപ്പോൾ വിഷമായിട്ട് പക്ഷെ നമുക്ക് യൂട്യൂബിൽ ആരോ മെസ്സേജ് യൂട്യൂബിൽ നിന്ന് നമ്മളെ വീഡിയോ കുണിക്ക് പൈപ്പ് ഓഫ് ചെയ്യണം നമ്മുടെ വീഡിയോ കാണുന്ന ആരോ പറഞ്ഞോട്ടെ നിങ്ങൾ ഞങ്ങൾ വയനാട്ടിലുള്ളവരാണ് ചായ മേടിച്ച് പുറത്തേക്ക് അയച്ചു തരാം. അപ്പോൾ നമ്മൾ ഓക്കെ അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഗൂഗിൾ പേ ചെയ്യലുണ്ട് സാധനം കിട്ടുന്നത്. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് വീണ്ടും ബോച്ചയുടെ അടുത്തേക്ക് ബോച്ച 1000 ഏക്കറിലേക്ക് പോകൊണ്ട് വന്നു പോയി. കാറ് പെൻസിൽ ഗിവയുടെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ വയനാട് പോയി ബോച്ചേനെ കണ്ടു അല്ലേ. ബോച്ച വർത്താനം പറഞ്ഞില്ലേ, ഫോട്ടോ എടുത്ത് കുണുക്കിന് ബോച്ച എന്ന് പറഞ്ഞാൽ എന്താ നല്ല ഭയങ്കര ഇഷ്ടമാട്ടാ. അവന് ബോച്ചയോട് ഇഷ്ടം എന്താ നല്ല കുട്ടികളല്ലേ, ഓരോരുത്തരോട് തോന്നുന്നൊരു ഇഷ്ടമായിരിക്കും. അങ്ങനെ നമ്മൾ ബോച്ചയുടെ അടുത്തൊക്കെ പോയി വരുന്ന വഴിക്ക് പോണ വഴിക്കന്നെ ഞങ്ങൾ ചായയൊക്കെ മേടിച്ച് ചായ പറ്റില്ല കുറച്ച് സാധനം മേടിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഒരുപാട് സാധനങ്ങളൊക്കെ ഭയങ്കര വില. അപ്പം ഞങ്ങൾ ഉള്ളതിൽ വില കുറച്ച് 200 ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചത്. ഞാൻ ഷോക്കേസിലേക്ക് കണ്ടിട്ടുണ്ടാ മീനെ മേടിച്ചു. പക്ഷെ അപ്പം ഇതിൻ്റെ വലുതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര വില. ഇതിന് 200 രൂപ തൊട്ട് എന്തായാലും കണ്ട ഇങ്ങനെ ഷോക്കേസിനൊക്കെ കഴിക്കാൻ നല്ല ഭംഗിയുള്ള കേട്ടോ. അപ്പം അതങ്ങനെ മേടിച്ചു. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ സന്ധ്യ ആകുമ്പോൾ വിളക്ക് വെക്കുമല്ലോ. വിളക്ക് വെച്ചതിന് ചന്ദനത്തി കത്തിച്ച് വയ്ക്കുമ്പോൾ അവിടെ മുറ്റത്തൊക്കെ പോവാം. പിന്നെ കുട്ടികളും അത് തൊടുന്നൊക്കെ പേടി. അവിടെ വെക്കുമ്പോൾ ഹോളുകൾ കുത്തി വയ്ക്കുകയും ചെയ്യാം സിറ്റ് ഔട്ടിൽ എത്തുമ്പോൾ. അപ്പം ഞാൻ ഇത് നല്ലതായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊടി ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വീഴും കണ്ട. അങ്ങനെ 160 രൂപ ഞങ്ങളങ്ങനെ വിലക്കോളുണ്ട് മാത്രം നോക്കി മേടിച്ചത്. പിന്നെ തേയില കേട്ടോ. തേയില ഒരു 1/4 കിലോ ഒരു 1/2 കിലോന് മേടിച്ചോളൂ. പിന്നെ ഇതാണ് ഒറിജിനൽ കുന്തിരിക്കുന്നത്. ഒരു മരത്തിന്റെ പശയാണ് ഇതിന് കുന്തിരിക്കുന്ന പറയുന്നത്. നമ്മുടെ അവിടെ മേടിക്കുന്നത് ഒരു വേറെ സ്മെല്ല്. പക്ഷെ ഇത് വേറെ സ്മെല്ല്. അപ്പൊ ഞാൻ കുറച്ച് അടിച്ചോളൂ കേട്ടോ. 50 ഗ്രാം ഞാൻ അവരുടെ നമ്പർ ഡീറ്റെയിൽ ഒക്കെ മേടിച്ചു കൊടുക്കും. നമുക്ക് അതിന് ആവശ്യമില്ലെങ്കിൽ അവർ കൊറിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ ഇത് മേടിച്ചു. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാക്കിനം കുടംപുളി മേടിച്ചു. പക്ഷെ നല്ല കുടംപുളിയായിരുന്നു. കുറച്ചിട്ടാൽ മതി. നല്ല നമ്മുടെ അവിടെ അങ്ങനെ കിട്ടുന്നില്ല. അത് അച്ഛന് ഞാൻ 1/2 കിലോന്റെ എടുത്തോ. നീ എടുത്തോ. അച്ഛൻ വേറെ വിളിക്കാം. നീ എടുത്തോ. അപ്പൊ ഒരു 1/2 കിലോനോടത്തോളം കുടംപുളി മേടിച്ചു. എന്താ പറയാ നമ്മള് ഇത് മാത്രം കുറച്ച് വില 450 രൂപ ചെയ്ത് അത് മാത്രം കുറച്ച് വില. ബാക്കിയൊക്കെ എന്റെ ഫോൺ തുറന്നോ. അതെ അപ്പൊ നീ എന്തായാലും ഇതൊക്കെ മേടിച്ചോണ്ട് സാധനം ഒതുക്കട്ടെ. ഓരോരുത്തരൊക്കെ തരും പൊന്നു വർക്കിന് പോയിക്കാണ്. അപ്പം ഇന്നത്തെ എന്തായാലും വെൽക്കം ടു പകുതി എന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ആ പോണ തിരക്കിൽ ഒന്നും ചെയ്യാൻ വേണ്ടി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും എനിച്ച് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വയനാട് പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ 2:30 ഇടുന്നു. 4 മണിയാകുമ്പോൾ എനിച്ചു പിള്ളേരെയൊക്കെ കുളിപ്പിച്ചു. എല്ലാവരും കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി ഒക്കെ കയറുമ്പോൾ നേരിട്ട് നമ്മൾ ഒരു 1 ഡേ ട്രിപ്പാണ്. ഉന്നോളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ തേച്ച് ബാഗിലാക്കട്ടെ. ഉന്നോട് ചെറിയ മക്കളല്ലേ, അവർ ഛർദ്ദിക്കുക. നാളെ തന്നെ പോകുമ്പോൾ എറണാകുളത്ത് പോകുമ്പോൾ ഛർദ്ദിച്ചിട്ട് പൊന്നിന് വഴിന്ന് ചുരിദാർ മേടിച്ചിടേണ്ട ഒരവസ്ഥ വന്നു. അപ്പം ഞങ്ങൾ കൊണ്ടുപോകാറുള്ളതായിരുന്നു. പക്ഷെ അന്ന് കഷ്ടകാലമായിട്ട് എടുത്തില്ല. അന്ന് കാലത്ത് എന്തോ പെട്ടെന്ന് കഴിക്കുമ്പോൾ ഛർദ്ദിച്ചു. എല്ലാവരും ഡ്രസ്സ് ചെയ്യുന്നതിന് പൊന്നിന് തീരെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ പൊന്നു വർക്കിന് പോയപ്പോൾ നമ്മൾ കാലത്തുമ്പോൾ രാവിലെ തൊട്ട് തന്നെ അവളെ എടുത്ത് നടക്കണം എന്നുള്ള വാശിയാനായിട്ട് ഒരു തരത്തിലും കുണുക്കനോട് ഞാൻ കളിക്കാൻ പറയണം. അപ്പോൾ അവരുടെ കളിയിൽ ഇറങ്ങി പോയാലോ എന്ന് വെച്ചിട്ട് പക്ഷേ രക്ഷയില്ല. അങ്ങനെ അച്ചാച്ചൻ രാവിലെ മാമ്പഴം അരി ഉണ്ടായിരുന്നു. അതിന് മാമ്പഴം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തിന്നുന്നില്ല. അവൾ നമ്മളോട് തീറ്റിപ്പിക്കാനായിട്ട് കണ്ട
അവൾ എടുത്തുകൊണ്ടും അങ്ങനെ അവരുടെ കൂടെ കാർത്തു പോയപ്പോൾ ഞാൻ വെറുമായിട്ട് കുടിക്കാണ്ട് ചേർന്നായിരുന്നു. ആരെങ്കിലും വീണപ്പോൾ ഒരാൾ മാമ്പഴം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ ഞാനത് കഴിച്ചു. എന്താ വെച്ചാൽ നമ്മുടെ മാമ്പഴം ഉണ്ടായത് മാങ്ങ ഉണ്ടായതൊക്കെ പൊട്ടിച്ച് പഴുപ്പിക്കണം. ലാസ്റ്റ് 1-2 ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് അതോടുകൂടി തീർന്നു കേട്ടോ. അപ്പം സത്യം പറയാൻ വിഷമമായിട്ട് എനിക്ക് അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മൂവാണ്ട മാങ്ങയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മൂവാണ്ടനായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ എണിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ വയനാട്ടിൽ നിന്ന് എത്തുമ്പോൾ തന്നെ സമയം എനിക്ക് തോന്നുന്നൊരു 12:30 ആയി. വന്ന ശേഷം എനിക്ക് രണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊന്നു ഷെബി കിടന്ന് ഉറങ്ങിയെന്ന് വെച്ചാൽ അവർക്ക് 1 മണിക്ക് എണിച്ചിട്ട് വർക്കിന് പോകാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യട്ടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ കാർത്തു ഇപ്പോൾ കുണുക്കനും കൂടെ കളിക്കാൻ പോയിട്ടുണ്ട്. എന്താ ഇപ്പോൾ വന്ന് വാതിലടച്ച ശബ്ദമാണ് നമ്മുടെ കുണുക്കൻ. ഇവന് ഞാൻ ഡബ് ചെയ്യുമ്പോൾ TV ശബ്ദം ഉറക്കാൻ പറ്റില്ല. അത് പറ്റിയിട്ട് ഇവിടെ വന്ന് നോക്കുക. കഴിയാറാകുമ്പോൾ ഞാൻ പറയാം എന്താടാ ചൂച്ചുള്ളാനാണോ ഓടിക്കോ. അങ്ങനെ കട്ടൻ ചായ എടുത്താനായിട്ട് കട്ടൻ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ പൊന്നു വിളിച്ചിട്ട് പറഞ്ഞു കാർത്തു ഒക്കത്തിന് ഇറങ്ങണില്ല എന്ന് കണ്ടപ്പോൾ പൊന്നു പറഞ്ഞു അമ്മ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ വല്ല പപ്സ കട്ട്ലറ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരാൻ അമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നാൽ അത് മതി ഉണ്ണിയെന്ന് പറഞ്ഞു. ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഉച്ചത്തേക്കുള്ള കറികളും വെച്ചുണ്ടാക്കാൻ നോക്കട്ടെ. എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് ഉറങ്ങണം. ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ വന്നതിന് ശേഷം അലർജിയുടെ ഗുളിക കഴിച്ച് അങ്ങനെ കിടന്നു. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാർത്തുമ്പോൾ നമ്മുടെ കയ്യിലില്ല. പൊന്നു പോയതിന് ശേഷം കാർത്തുവിന് ഉറക്കം കിട്ടിയിട്ടില്ല. അപ്പം പണിയോട് കഴിഞ്ഞിട്ട് തന്നെ ഒന്ന് കിടക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്നാണ് കേട്ടോ പണിയോടും കാര്യങ്ങളൊക്കെ കഴിച്ച് തീർക്കുന്നത്. അങ്ങനെ നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിസിൽ അമർത്തി വെക്കാണ്ടായപ്പോൾ 8ൻ്റെ പണി കിട്ടി. ആ വിസിൽ അങ്ങോട്ട് തിളച്ചു വന്നപ്പോൾ ആ വെള്ളം മൊത്തം ഗ്യാസ് അടുപ്പത്തൊക്കെ പോയിട്ടാണ്. അങ്ങനെ ഞാൻ വെച്ചൊന്ന് തക്കാളി വെള്ളരിക്ക് ഒരു കറി വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കി, ഒരു ഉണക്കല അല്ലെങ്കിൽ ഒരു പച്ചമീനോ കിട്ടിയിട്ട് വറുത്ത് പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചോട്ടോ. ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി വെച്ചാൽ 1 മാസത്തോളം അത് കേടാവാണ്ട് നല്ല സുഖമായിട്ടിരിക്കും കേട്ടോ. 1 മാസത്തോളമൊക്കെ അതിൻ്റെ ഇടയിൽ കുണിക്ക് വന്നതാണ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു. ആ ഉള്ളിലേക്കും ചുവന്നുള്ളിലേക്കും വെളുത്തുള്ളിലേക്കും വെളിച്ചെണ്ണ ഒഴിച്ചാൽ മൂപ്പിക്കണം നേരമുണ്ട്. ഒരു ഉണ്ട പൊടിഞ്ഞ് പിഴിഞ്ഞു അതിലേക്ക് ഉപ്പിട്ടു കേട്ടോ. പിഴിഞ്ഞിട്ട് ചാറ് മാത്രമല്ല കേട്ടോ, അതിൻ്റെ ചണ്ടിയൊക്കെ കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നന്നായി അമർത്തി ചാറാക്കി വെച്ചെന്നുള്ളൂ കേട്ടോ. അത് ചണ്ടി എടുത്ത് കളഞ്ഞിട്ട് ഒന്നിൻ്റെ പുളിയോടക്കനെ ഇടണം കേട്ടോ ചമ്മന്തിയിൽ. അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അതിൽ കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇങ്ങനെ നന്നായി മൂപ്പിക്കുക കേട്ടോ. ഈ ചമ്മന്തി ഉണ്ടല്ലോ മന്തിയുടെ കൂടെ ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇഡ്ഡലി, ദോശ, വട അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു ചമ്മന്തി സെറ്റാണ് കേട്ടോ. ചോറ്, കഞ്ഞി എല്ലാത്തിനും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ എരിവിനനുസരിച്ച് കുറച്ച് കുത്തിയ മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം. എനിക്കിതൊരാഴ്ചത്തോളം ഈ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. കുത്തിയ മുളക് ഇട്ടു. പിന്നെ ആവശ്യത്തിനനുസരിച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് മുളകും പൊടി അതൊക്കെ എരിവിനനുസരിച്ച് നമുക്ക് ചമ്മന്തിയുടെ ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഉണ്ടാക്കി കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. നല്ലൊരു പാത്രത്തിൽ മൂടി വെച്ചാലും ഒരു കേടില്ലാണ്ട് ഈ ചമ്മന്തി ഇരുന്നോളൂ കേട്ടോ. അങ്ങനെ മുളകും പൊടി ഇട്ടു. അതും നന്നായി മൂപ്പിക്കണം. ആ മുളകിൻ്റെ ഒക്കെ നല്ല കുത്തുമണം വേണം. ചുവന്നുള്ളിയിൽ വെളുത്തുള്ളിയിലുള്ള ഈ ഒരു ഈർപ്പുണ്ടാവുമല്ലോ അതൊക്കെ പോയി നല്ല മുരിയണം. എന്നാലാണ് ഈ ചമ്മന്തി കേട് വരാണ്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാതും റോസ്റ്റ് രൂപമായിട്ടുണ്ട് കണ്ട. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല റോസ്റ്റ് ആയിട്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഈ പരിപ്പും വെള്ളരിക്കും തക്കാളിയും പരിപ്പ് വേവിച്ചപ്പോൾ അരിക്ക് വെള്ളരിക്കും തക്കാളി ഇട്ടു, മുളകും പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടാ. വെള്ളരിക്കും തക്കാളിയാണ് പരിപ്പിൽ കഷ്ണങ്ങൾ ഇട്ടത്. അപ്പോൾ ഇത് മൂത്താകുമ്പോഴത്തേക്കും നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിയും ഉപ്പൊക്കെ കണ്ട് സെറ്റായി കേട്ടോ. അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കുക. നമ്മൾ ഒഴിച്ചതൊന്ന് ചൂടാവണം, ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ഓഫ് ചെയ്ത് ചൂടാൻ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിട്ട് ചമ്മന്തി. നമുക്ക് ചോറിന് ഇത് ഉണ്ടെങ്കിൽ വേറെ നല്ല ചൂട് ചോറിൽ ഈ ഒരു ചമ്മന്തി ഇട്ട് കഴിച്ചാണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു ഒരാഴ്ചത്തോളം ഈ ചമ്മന്തി കേട് വരാണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ പുളിയൊക്കെ പാകട്ടോ. അപ്പോൾ ഈ ഒരു കുറുകനെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെന്ന് വെച്ചാൽ അപ്പോൾ ഒന്ന് ഈ വെള്ളം വറ്റിച്ചിട്ട് നേരത്തെ ഒരു കുറുകനെ ഉണ്ടായിരുന്നു അതുപോലെ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ചമ്മന്തിയൊക്കെ ഉപ്പും പുളിയും എല്ലാം സെറ്റാണ് കേട്ടോ. ടേസ്റ്റ് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഇങ്ങനെയുള്ള ചമ്മന്തി കൂടുമ്പോൾ വായിക്കൊരു ഫ്രഷ്നെസ് കേട്ടോ. എരിവിൻ്റെ പുളിയും ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വായിക്ക് ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അങ്ങനെ ഈ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ അച്ഛനും മോൾക്കും
ചമ്മന്തി വെക്കാൻ കൊടുത്തു വിട്ടാൽ അതേ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ കണ്ടിട്ടുണ്ട് സൂപ്പർ ചമ്മന്തി എന്നൊക്കെ പറഞ്ഞു വിട്ടാ. അങ്ങനെ നമ്മുടെ കാർത്തൂനെ അച്ചാച്ചൻ നോക്കണ പരിപാടിയാണ് കേട്ടോ. വെള്ളത്തിൽ കളിക്കാൻ നിർത്തിക്കണ്ട, അല്ലെങ്കിൽ അവളതിനെ എടുത്തുകൊണ്ട് കിടക്കുമ്പോൾ അതിൻ്റെ ഷോൾഡർ ഭയങ്കര വേദന. അങ്ങനെ നമ്മൾ വെള്ളരിക്കും തക്കാളിയൊക്കെ വെന്തപ്പോൾ നാളികേരത്തിൽ ചുവന്നുള്ളി കൂടി ഇട്ട് അരച്ച് അത് ഒഴിച്ചിട്ട് അരപ്പ്. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നാളികേരം ചുവന്നുള്ളും കൂടി അരച്ച് അത് ഒഴിച്ചപ്പോൾ തിളച്ചു. അങ്ങനെ അത് കടുക് വറുത്തപ്പോൾ നമുക്ക് പരിപ്പ് കറിയായി, ചമ്മന്തിയായി. അങ്ങനെ അതൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടാണ്. അപ്പോഴേക്കും കുണിക്കുമ്പോൾക്ക് വിശന്നിട്ടേ നമുക്ക് കാലത്ത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ പഴങ്കഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ നമ്മുടെ വീട്ടിൽ എവിടുന്ന പഴങ്കഞ്ഞി, നമ്മൾ ഇന്നലെ ചോറ് വെച്ചിട്ടില്ല. ഇന്നലെ വയനാട് പോയിട്ട് എത്തുമ്പോൾ രാത്രിയായില്ലേ, അപ്പോൾ ചോറ് വയ്ക്കാത്ത കാരണം ചോറുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ പരിപ്പൂട്ടം കാച്ചിലൊക്കെ കഴിഞ്ഞ് സെറ്റായി നിൽക്കുമ്പോഴാണ് നമ്മുടെ മീൻകാരൻ ചേട്ടൻ വിളിക്കുന്നു കേട്ടോ. അപ്പോൾ 4 മാന്തളം ഉണ്ടായിരുന്നു, ഉണക്കമാന്തൽ. അത് തൊലി കളഞ്ഞിട്ട് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻകാരൻ ഇനി വരുമോ ഇല്ലേന്ന് അറിയാത്താനും ഉണക്കമാന്തൽ ഉണ്ടായിരുന്നു, ഞാൻ വറുത്ത് വെച്ചു. അങ്ങനെ വന്നോട്ടെ. മത്തിയ അങ്ങനെ തോന്നുന്നു വന്നത്, കുഴപ്പമില്ല, നല്ല മത്തി തന്നെയായിരുന്നു കേട്ടോ. ചില സമയം അത്ര കറി വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ്, വറുത്ത് കഴിഞ്ഞാൽ കഴിക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നല്ല മത്തി എന്ന് പറയാൻ പറ്റില്ല. സത്യം ഇപ്പം നല്ല മത്തി കിട്ടാനില്ല. ഞാൻ ഇന്നാൾ നല്ല കാണുമ്പോഴൊക്കെ ഭംഗിയുണ്ട്, പക്ഷേ ഈ കാണുന്ന ഭംഗി നമുക്ക് ടേസ്റ്റിൽ കിട്ടുന്നില്ല കേട്ടോ. മത്തി ഈ കോലാമത്തിയൊക്കെ ആകുമ്പോൾ ഭയങ്കര മുള്ളായിരിക്കും. അങ്ങനെ ഞാൻ മീൻ നന്നാക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ, ആഴ്ച 2 ആഴ്ച കൂടുമ്പോൾ ഒരു പനിക്ക് ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ഈ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടാനും പിടിക്കാനും, പിന്നെ എനിക്ക് അവിടെ നിന്ന് തിരുമ്പാൻ പറ്റില്ല. അവിടെ കിണർ പണിക്കാരും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ഡ്രസ്സ് കാര്യങ്ങളൊന്നും തിരുമ്പാൻ പറ്റില്ല. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ആയിരിക്കും എൻ്റെ മുണ്ടും ഷർട്ടൊക്കെ കഴുകിയിട്ട് അത് തേക്കാൻ കൊടുക്കും കേട്ടോ. പിന്നെ തിരുമ്പാൻ്റെ അവിടെയൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുമ്പാം. പക്ഷേ ഇപ്പോൾ നമുക്ക് പറ്റണില്ല. എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് കിണർ പണിക്കാർ അവരുടെ അവിടുന്ന് മാറണ നേരില്ല. അപ്പം അഞ്ഞുവേട്ടന് അങ്ങനെ ഇഷ്ടമല്ല ആൾക്കാർ. അപ്പോൾ ഇവിടെ പഴങ്കഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ട് പഴങ്കഞ്ഞി, ഇപ്പം ഇന്നലെ ചോറ് വയ്ക്കാത്ത വീട്ടിൽ അവിടുന്ന് പഴങ്കഞ്ഞി. അപ്പോൾ എന്ത് ചെയ്തു, ചോറ് വെച്ചത് പച്ചവെള്ളത്തിൽ നന്നായി കഴുകി, ഇത് തൈരിട്ടു, ഉപ്പിട്ടു. 3 നാളത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് പലഹാരത്തിനേക്കാൾ ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പരിപാടി. തൈരൊക്കെ വെച്ച് ഉണക്കൽ വറുത്തത്, ചമ്മന്തി. ആ ചമ്മന്തി തൊട്ട് നോക്കി വയ്ക്കുക, എങ്ങനെയുണ്ട് കുണുക്കം നോക്കിക്കോ. ചമ്മന്തി ചമ്മന്തി ആക്കിക്കുക. ആ നല്ല പൊടിയുണ്ടല്ലേ. എന്തിനാ മണ്ണാക്കണ ഇങ്ങനെ ഒരു അച്ഛനും അച്ചാച്ചനും കിട്ട ഭാഗ്യം ചെയ്യണ്ടേ. അങ്ങനെയാണെങ്കിൽ നിൽക്കട്ടെ. അങ്ങനെ അതിൻ്റെ ഇടയിൽ അതിനായിട്ടൊരു വായ ഉണ്ണിക്കുന്ന തരാറുണ്ട്. എനിക്കും ഇഷ്ടമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ചൂട് ചോറ് എടുത്തിട്ട് ഞാൻ നല്ല ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൽ നന്നായി കഴുകി നല്ല ചൂട് മാറ്റി. പഴങ്കഞ്ഞി വേണമല്ലോ, ചൂട് പഴങ്കഞ്ഞിക്ക് പാടില്ലല്ലോ. കഞ്ഞി ഇഷ്ടമില്ല, പഴങ്കഞ്ഞി ഇഷ്ടം. എന്നിട്ട് പച്ചവെള്ളം ഇട്ടു, അതിലേക്ക് തൈരും ഉപ്പൊക്കെ ഇട്ടപ്പോൾ ഈ ഒരു ടേസ്റ്റ് ചെയ്തു. അതിലേക്ക് ചമ്മന്തി ഉണക്കലും വേറെ ഒന്നും വേണ്ടിട്ട് കഴിക്കും. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ചോറ് കാര്യങ്ങളൊന്നും അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും കഴിക്കാൻ വെച്ചിട്ട് ഇനിയിപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ണിയുള്ള സ്കൂൾ തുറന്നതിന് ശേഷം പറ്റുള്ളൂ. എന്താ വെച്ചാൽ അവർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. നമുക്കായിട്ട് ഒന്നും ഉണ്ടാക്കാനോ പിടിക്കാനോ ഒന്നും പറ്റണില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പൊന്നു ഷേബി വർക്കൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വന്നാൽ നേരെ വായ കടിക്കാൻ പൊന്നു വിടട്ടെ കേട്ടോ, അത് എടുത്ത് വെച്ചോട്ടോ എന്ന് ഞാൻ പറഞ്ഞിരിക്കുക ചെയ്തിട്ടോ. കറക്റ്റ് അതുപോലെ വരുന്നെങ്കിൽ എന്നുവെച്ചാൽ പൊന്നുവിൻ്റെ വീക്കെൻഡ്സാണ് ചോറ്. ഇപ്പോൾ പൊന്നു പണ്ടത്തെ പൊന്നിന് ചോറിനോടല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഇങ്ങനെ പലഹാരങ്ങളും കാര്യങ്ങളും നമ്മളെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ പൊന്നിന് ദോശ, ഇഡ്ഡലി, വെള്ളയപ്പം, തക്കാളി ചോറ് അങ്ങനെ ഇഷ്ടമായിട്ടാണ്. കുഞ്ഞിനാണെങ്കിലും ചോറും ഉപ്പേരിയും കൊണ്ടുപോകാൻ ഇഷ്ടമായിട്ടാണ്. ഇപ്പോൾ അവരുടെ തലമുറയാണ് ഇടയ്ക്ക് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. കുണുക്കനാണെങ്കിലോ ദോശ, ഇഡ്ഡലി, വെള്ളയപ്പം അതൊക്കെ കൊണ്ടുപോകാൻ ഇഷ്ടം. കുണിക്കുമ്പോൾക്കാണെങ്കിലോ ചോറും ഉപ്പേരിക്കും ഇഷ്ടമായിട്ടാണ്. വീണ്ടും അവരെ പോലെ തന്നെയാണ് ഇവർ രണ്ടാളും കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് സ്കൂളിൽ നിന്ന് നല്ല ചിമിട്ട പണി. അല്ലെങ്കിൽ ഒരാൾ പലഹാരം കൊണ്ടുവരാണെങ്കിൽ അത് മാത്രം ഉണ്ടാക്കിയാൽ മതില്ല, അല്ലെങ്കിൽ ചോറ് മാത്രമാണെങ്കിൽ നമുക്ക് അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. പക്ഷെ അത് പറ്റില്ല.
അങ്ങനെ ഇവിടെ എല്ലാവർക്കും അന്നേട്ടന് കഴിക്കുന്നുണ്ട്, എല്ലാവരും കഴിക്കുന്നുണ്ട്. ഷെബി കഴിച്ച് ബാക്കി എല്ലാവരും ചോറും ചമ്മന്തിയും കൂട്ടിയിട്ട് ഉണക്കലൊക്കെ കൂട്ടി കഴിച്ചിട്ട്. പക്ഷേ ഭയങ്കര ടേസ്റ്റ്, വേറെ ഒന്നും വേണ്ട കേട്ടോ. ആ ചോറ് തൈര് കൂട്ട് തന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു രാത്രിയാകുമ്പോൾ ഒരു കല്യാണത്തിന് പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണം ആരുടെയാണെന്ന് വെച്ചാൽ അടുത്ത ബന്ധുക്കളിൽ ആരോടെയല്ല, പക്ഷേ നമുക്ക് വല്ല ചിലവരോടുള്ള ബന്ധം അത് ഭയങ്കരമായിട്ട്. കല്യാണത്തിൻ്റെ തലേദിവസം 2 ദിവസം മുന്നേ നമ്മളിവിടെ വന്നപ്പോൾ ഒരു കല്യാണക്കുറി കണ്ടു. അങ്ങനെ ഞങ്ങൾ വയനാട് പോയി വരുമ്പോഴാണ് വിളിക്കുന്നത്, നിങ്ങൾ കല്യാണക്കുറി കണ്ടിട്ട് എന്താ എന്നെ വിളിക്കുക, ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അവിടെ ഇല്ലാത്ത എനിക്ക് ക്ഷണിക്കാൻ പറ്റിയില്ല, നിങ്ങൾ എന്താ വിളിക്കാം, ഞാൻ നിന്നെ വിളിച്ചിരുന്നു, നിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ എത്തും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, ബിർളോൻ്റെ കല്യാണം ആയിട്ട്. ബിർളോ അവൻ്റെ പേര് പറയുമ്പോൾ എനിക്ക് തെറ്റുണ്ട് കേട്ടോ, ശരിക്കും എന്താണെന്ന് നിൽക്കാറില്ല, ഞാൻ ബിർളോ എന്നാണ് പറയാറ് അവനെ. അപ്പോൾ നമ്മൾ അറിയണ ഒരു കുട്ടിയായിട്ട്, അപ്പോൾ അവൻ്റെ ഒരു കല്യാണത്തിനാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മുടെ കുണിക്കുമ്പോഴും ഉണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ, നല്ല പാട്ടും ഗാനമേളയൊക്കെ ഉണ്ട്. ഭയങ്കര അടിപൊളി കല്യാണം എന്നിട്ട് എനിക്ക് അവനോടൊരു അതിശയം തോന്നിയത്, അവരൊക്കെ ഒരു 5-10 വർഷം മുന്നേ അവരെ അച്ഛൻ മരിച്ചതിന് ശേഷം അവൻ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് അവൻ്റെ കല്യാണം അവനായിട്ട് നടത്തുക, അവൻ്റെ പെങ്ങളുടെ കല്യാണം, അതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ അവൻ്റെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് അവൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോൾ ഒറ്റയ്ക്കാണ് കേട്ടോ എല്ലാ കാര്യത്തിനും ഓടി നടക്കണേന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ അതിനുള്ള ഒരു അടിപൊളി കല്യാണം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുളിക്കുമ്പോൾ ഹെയർ സ്റ്റൈലാണ് രസമല്ലേ, ഒന്നും ചെയ്തില്ല കേട്ടോ. കുളി കഴിഞ്ഞപ്പോഴേ മുടി വയനാട്ട് പോയത് ചിക്കോർത്തിട്ടൊന്നും അതില്ല, പതുക്കെ അതിനെ മുകളിലേക്ക് കെട്ടി കമത്തി വെച്ചു, സെറ്റ്. എൻ്റെ വീണ്ടും ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ ഇട്ടേണ്ട ചുരിദാർ കുറേ ആൾക്കാർ പിന്നോട് ഇൻസ്റ്റേജ് ചെയ്യുന്നത് എവിടെ നിന്ന് നടത്തി ചോദിക്കുന്നുണ്ട് കേട്ടോ. മെസ്സേജ് ചെയ്തിട്ട് വേറെ ഒന്നും, നമ്മുടെ റിലയൻസ് എന്നാണ് കേട്ടോ, ചാവക്കാടുള്ള റിലയൻസ് എന്നാണ് എൻ്റെ ചുരിദാർ എടുത്തത്. അങ്ങനെ അന്നത്തെ രാത്രി വന്ന് കല്യാണം കഴിഞ്ഞ് അന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുതി നമ്മൾ വീണ്ടും ചെറുതാണെങ്കിൽ വെള്ളം കുടിക്കുന്നുണ്ട്. ഇത് കുറേശ്ശായിട്ടേക്ക് വീഡിയോ ഒരാഴ്ചയായിട്ട് എടുക്കാൻ പറ്റില്ല, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും നേരം വേണ്ടിയില്ല, നമുക്ക് ഓരോരോ കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ടേക്ക് ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, പുട്ടും കടലും കഴിക്കണം. എന്താണെന്നറിയില്ല, പുട്ടും കടലോട് ഒരു പ്രത്യേക ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന സാധനം പുട്ടും കടലയാട്ടോ, അതിനോടൊരു പ്രത്യേക ഇഷ്ടമാട്ടോ. അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പുട്ടും കടലയാട്ടോ. അങ്ങനെ നമ്മൾ കടല തലേദിവസം വെള്ളത്തിലിട്ട് ഒരു 5-6 വിസിലടുപ്പിച്ചു. എന്നിട്ടത് അതിലേക്ക് നമ്മൾ ഒരു സബോള, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 4-5 വെളുത്തുള്ളി, ഒരു തുണ്ട് ഇഞ്ചി, ഒരു തക്കാളി, ഇതൊക്കെ കൂടി അരിഞ്ഞത് നേരെ ഒരു 5-6 വിസിലടിച്ച് നമ്മൾ കുക്കർ തുറന്നു. എന്നിട്ട് അതിലേക്കാണ് കേട്ടോ നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. കണ്ടാലട്ടെ ഏകദേശം ഒരു 3/4 വശം വെന്തു. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് മൂടിയിട്ട് ഒരു 3 വിസിലും കൂടി അടുപ്പിക്കണം കേട്ടോ. കടല നല്ലോണം വെന്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും വരുള്ളൂ കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് കറിക്ക് കുറച്ച് ചാറ് വേണ്ടേ, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു, അത് വീണ്ടും വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോഴേക്ക് നമ്മളിപ്പോഴത്തെ ഒരു ചട്ടി വെച്ചു, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വന്നപ്പോഴാണ് നമ്മളെ നാളികേരം ചെരികേരന് ആശാൻ ഇന്ന് മീൻ നന്നാക്കായിരുന്നു കേട്ടോ. ചൂരയൊക്കെ മേടിച്ച് കുറച്ച് കഷ്ടപ്പെട്ട പണിക്കിരിക്കുന്നത്. അപ്പോഴേക്ക് മനസ്സിലായി ഇപ്പോൾ ഒന്നും അത് കഴിയില്ല, ഞാൻ തന്നെ നാളികേരം ചെരുകാന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ നാളികേരമൊക്കെ ചെരുകി നമ്മളിത് കടലക്കറിക്ക് വറുക്കാൻ വേണ്ടി നോക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ എണ്ണയൊക്കെ ഏകദേശം ചൂടായിട്ട് അതിലേക്ക് നമ്മൾ ഒരു 3/4 വശം മുറി ചെരുകി, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ. നാളികേരം ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇടുന്നത് കേട്ടോ. ഞാൻ വേറെ ഗരം മസാലപ്പൊടികളൊന്നും യൂസ് ചെയ്യണില്ല. ആയിരിക്കും ഒരു സ്മെല്ലിന് പെരിഞ്ജീരകം മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായത് കടലക്കറി? നല്ല. പക്ഷേ ഇത് നല്ലതായിട്ടും ഇവിടെ പൊന്നിന് ഇഷ്ടമില്ലാത്തൊരു, പൊന്നിന് എന്താന്നല്ല ചെകുത്താൻ കുരിശ് കാണുന്ന പോലെയാണ് പൊന്നിന് പുട്ടും കടലക്കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുട്ടും കടലയൊന്നും ഇഷ്ടമായിരുന്നു. പുട്ടും കടല ഏത് കുട്ടിക്കാരനോട്ടേക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നൂരപ്പത്തിനോടായിരുന്നു വെറുപ്പ്. അങ്ങനെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, അതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അത് ചൂടായി വന്നപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി അത് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഒന്ന് നന്നായി അരച്ചെടുക്കാം കേട്ടോ. ഇനി അതിൽ കടല നമുക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് കടലയും കൂടി അതിലിട്ടിട്ട് അരച്ച് കഴിഞ്ഞാൽ ഒന്ന് കൊഴുപ്പ് കിട്ടും. പക്ഷേ നമ്മുടെ കുട്ടിക്കാലത്തെ കടലക്കറി ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. നമ്മുടെ അമ്മമാരങ്ങനെ കടല അരച്ചിട്ടൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുക. എനിക്കിന്ന് അങ്ങനെ കഴിക്കാനായിരുന്നു ഒരാഗ്രഹം. ഓരോ സമയത്ത് ഓരോ പൊതി എന്ന് പറയില്ല. പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കുക കടല കുത്തി കാച്ചു ഇത് പൊട്ടും. ഭയങ്കര ഇഷ്ടം കേട്ടോ. മിളക് ചാറ്, കടലയുടെ മിളക് ചാറ്, എന്താ പറയുക, ദോശയുടെ വെള്ളം ഇപ്പോൾ അതും എൻ്റെ അമ്മ ഉണ്ടാക്കണം. നമ്മളെല്ലാത്തിൻ്റെ ഒപ്പം കൂടും. അതെനിക്കൊരു പ്രത്യേക ഇഷ്ടമുള്ളൊരു ഫുഡായിരുന്നു. അങ്ങനെ നമ്മുടെ കടലേക്ക് അതൊക്കെ ഇട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റായിരുന്നു.
ഇനി നമ്മളത് കാച്ചാനുള്ള പരിപാടി കേട്ടോ. നമ്മുടെ കടലക്കറിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരിന് ഉണ്ടാക്കാത്തതുകൊണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കണം കേട്ടോ. നമ്മുടെ അമ്മമാർ പണ്ട് ഉണ്ടാക്കുന്ന ടേസ്റ്റ് കേട്ടോ. കടുക് പൊട്ടി അതിലേക്ക് ചുവന്നുള്ളി മുഴുവൻ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടാ. പക്ഷേ മുഴുവൻ പെട്ടെന്ന് ചൂടായ പിന്നെ എന്ത് ചെയ്തു, മുഴുവൻ മാത്രമായിട്ട് ഇപ്പോൾ പറക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി കരിയുണ്ടാകുന്ന വെച്ചിട്ട് കണ്ട മുളക് മാത്രം ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമ്മുടെ അടിപൊളി കടലക്കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യും നമ്മുടെ പുട്ടും ആയിട്ടുണ്ട്. ആ നേരത്താണ് നമ്മുടെ പൊന്നു ഇപ്പോൾ ഫോൺ വിളിച്ചിട്ടുണ്ട്. പൊന്നു വിളിച്ചിട്ടുണ്ട്, അമ്മ നമുക്ക് ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കണ്ട, വിഷ്ണുമായുടെ അമ്പലത്തേക്ക് പോയാൽ നമുക്ക് അമ്പലത്തിൽ ഊണയ്ക്കാം, ദൈവത്തിനെ തൊഴുതിട്ട് വരാതാണ്. അന്ന് ഞാൻ എന്നാക്കെ പോവുകയാണ്. അങ്ങനെ ചെയ്യും ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി പിന്നെ പണി ചടപടാന്ന് വെച്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വരുമ്പോൾ ഉണ്ണിയോടെ കൊണ്ട് ശോഭ സിറ്റി കയറി. പിന്നെ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ, ഷേപ്പിൽ പോയി സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എല്ലാവരും കൂടി സിനിമ കയറി. ഏതോ പടക്കള അങ്ങനെ സിനിമ ആയിരുന്നു, പക്ഷെ നല്ല സിനിമയായിരുന്നു കേട്ടോ, അത് കാണായിരുന്നു. അങ്ങനെ പിന്നെ രാത്രിയാണ് വീടെത്തുന്നത്. അങ്ങനെ നമ്മുടെ പുട്ടും കടലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൊന്നു വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ നമുക്ക് അമ്പലത്തിലേക്ക് പോകാമെന്നു. അങ്ങനെ പുട്ടും കടലൊക്കെ കഴിച്ച് വേഗം കുടിച്ച് റെഡി ആയി വരുമ്പോഴേക്കും പൊന്നു ഷേപ്പിയൊക്കെ വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നമ്മൾ വിഷ്ണുമായുടെ അമ്പലത്തേക്ക് പോയിട്ട് വിഷ്ണുമായുടെ അമ്പലത്തിൽ പോയി തൊഴുത് വരുമ്പോൾ ഉണ്ണിയോടെ കൊണ്ട് ശോഭയിലേക്ക് കയറി. അപ്പോൾ ഒരു കുറച്ച് നേരം ഗെയിമിലെത്തി. അപ്പോഴേക്ക് ഷെബി ഏതോ സുരാജിൻ്റെ സിനിമ ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുട്ടാ. പക്ഷെ അത് കാണുന്ന ഇറങ്ങി വന്നോട്ട് പറയാൻ തുടങ്ങി തോന്നുന്നു പൊന്നിനോട്. പൊന്നിന് അധികം ഇഷ്ടം ഉണ്ടായിരുന്നില്ല ആ സിനിമയ്ക്ക് പോകാൻ. ഞങ്ങൾക്ക് വലിയ താല്പര്യം തന്നെ, പക്ഷെ അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സിനിമ കാണാൻ. അപ്പോൾ ടിക്കറ്റ് എടുക്കട്ടെ വെച്ച് ഇങ്ങനെ എടുത്തോന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ വാഷിംഗ് റൂമിൽ പോയി വരുമ്പോഴേക്ക് ടിക്കറ്റ് എടുത്തു. അപ്പം അച്ഛൻ എന്തിനാ അപ്പം സിനിമയ്ക്ക് പോകണ വരുമ്പോൾ അച്ഛൻ കണ്ടില്ലേ ആ ടിക്കറ്റ് ഞാൻ അവിടെ ബ്ലാക്കിൽ വിൽക്കട്ടെ വെച്ചു. അപ്പോൾ അച്ഛൻ ഞാനും കാണുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാവരും ആ സിനിമയ്ക്ക് കയറിയിട്ടാണ്. പക്ഷേ സിനിമ സൂപ്പർ സിനിമ, ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ നമുക്ക് ചിരിക്കാനും എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് കേട്ടോ. നല്ല സിനിമ, അടിപൊളി ഒരു വെറൈറ്റി ഒരു സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടമായി. നല്ല സിനിമയായിരുന്നു, നല്ലതിന് എപ്പോഴും നല്ലതാണ്, നല്ല സിനിമ കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്ന് അറിയില്ല, ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടാണ്. അടിപൊളി നല്ലൊരു നമ്മളിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കഥയാണ്, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ ചോറ് വെച്ച് പോയി തന്നെ. പിന്നെ മത്തി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നത്തോലി മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായി വെച്ചിട്ടിപ്പോൾ ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് ഊണ് കഴിച്ചു. ഇനിയിപ്പോൾ ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചത്തെ ഫുഡ് അമ്പലത്തിൽ കഴിച്ചത്. പിന്നെ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പം രാത്രി തന്നെ എന്നിട്ട് ചൂര ഒന്ന് രാവിലെ തന്നെ ചൂര നന്നാക്കിയതും മത്തി നന്നാക്കിയതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയിട്ടാണ്. അപ്പം പിന്നെ അത് എടുത്ത് കറി വയ്ക്കാൻ വെച്ചിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ നന്നാക്കിയിട്ട്. സിനിമ അടിപൊളിയായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലും പോയി കാണും. അതുപോലെ പ്രിൻസ് ദിലീപേട്ടൻ്റെ സിനിമയും കണ്ടുകൂടെ, അടിപൊളി സിനിമയാണ്. കുറേ നാൾക്ക് ശേഷം നല്ല ചിരിച്ചിരുന്ന് കണ്ടൊരു സിനിമയാണ് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ നാളെ പറയാൻ, എനിക്ക് റിലീസിൻ്റെ അന്നേരം ഞാൻ ആ സിനിമ കാണാൻ പോയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നന്നാക്കിയിട്ട് അത് എടുക്കാൻ പോയപ്പോൾ കാലോ കയ്യോ എവിടെയോ ഒന്ന് തട്ടിയിട്ട് വേദനിച്ചിട്ടാണ് എന്ന് വിളിച്ചിട്ട് ഞാൻ വന്നിരുന്നത്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങിയാണ്. നമുക്ക് രാത്രിയായാലും പാതിരായാലും എപ്പോഴും പണി തന്നെ. അങ്ങനെ വന്നിട്ട് മീൻകറിയൊക്കെ വെച്ച് അപ്പഴേക്കും കുണുക്കി തുടങ്ങിയിട്ട് വെച്ചിട്ട് വയ്യാന്ന്. ചോറ് പിന്നെ നമ്മൾ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നു ഞാൻ സിനിമ കഴിഞ്ഞിട്ട് ഇവിടെ ഇറക്കിയിട്ട് കുറച്ച് ചോറ് കൊണ്ടുപോയി. പൊന്നു അമ്മ ഞാൻ പോയിട്ട് അവിടെ പോയിട്ട് കറി വെച്ചോളാം, ചോറ് കൊണ്ടുപോയിട്ട് കുറച്ച് ചോറുണ്ട്. പക്ഷേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. പരിപ്പ് കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു മിഞ്ഞാന്നത്തെ, അതുകൊണ്ടെങ്കിൽ അവൾക്ക് കറി വെക്കേണ്ടിയിരുന്നില്ല കേട്ടോ. പക്ഷേ ഓർമ്മ ഉണ്ടായില്ല. അവൾ പോയതിന് ശേഷം ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ഞാൻ തക്കാളി പച്ചമുളക് എടുക്കാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് കണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞു മീൻകറി ആയിട്ട് പോകാൻ, ഞാൻ പറഞ്ഞു വേണ്ട അമ്മ നേരം മെഴുകുന്നുണ്ട്. അങ്ങനെ പോയതാട്ടോ. അങ്ങനെ നമ്മളെ കറിയൊക്കെ തിളച്ച് വരുന്നേക്കാൾ മുന്നേ തിളയ്ക്കാനുള്ള ടൈമൊന്നും ഇല്ല, ചെറുപടാന്ന് വെച്ചിട്ടുള്ള പണിത്തിരക്കാണ് കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ വെച്ച് മീൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ എന്ത് ചോദിച്ചു, വറക്കണ്ട, നമുക്ക് നന്നായി കുത്തി പൊരിച്ചെടുക്കുക വെച്ചിട്ട്. പക്ഷേ ഉണ്ടല്ലോ എൻ്റെ അമ്മ പണ്ട് ഈ ചൂര ഇങ്ങനെ വറുത്ത് ഇങ്ങനെ കുത്തി പൊരിച്ചുകൊണ്ട് കിട്ടും. അതിനൊരു പ്രത്യേക ടേസ്റ്റ്. മീൻ്റെ ആണോ എൻ്റെ അമ്മയുടെ കൈപ്പുണ്യാണോ എന്നൊക്കെയല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താലും കിട്ടില്ല കേട്ടോ. പക്ഷേ കുണുക്കിക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ കുത്തി പൊരിച്ചപ്പോൾ പിന്നെ നമ്മൾ അന്ന് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്നു. അതൊക്കെ കവറിനടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന പരിപാടി ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മുടെ ഓരോ പണിയോട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുണുക്കി വന്നിട്ട് വിശന്നിട്ട് വയ്യാമ്മ ആവശ്യം. ഞാൻ ഉണ്ണിയെ ഒരു ഇഞ്ചി പറ്റുക ആവട്ടറ പണ്ട് ഇങ്ങനെ പിടിച്ച് നിർത്താട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി തലേദിവസത്തെ പരിപ്പ് കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി ചോറ് കൊടുക്കാൻ വെച്ചിട്ട്. എന്താ വെച്ചാൽ ചില സമയങ്ങളാണ് മീൻ കറി കൂട്ടാൻ ഇഷ്ടമുള്ള, ചില സമയങ്ങളിൽ ഈ മീൻ വറുത്തതും പരിപ്പ് കൂട്ടാനും കൂട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോഴേക്കും നമ്മളിതേ പാത്രങ്ങൾ കുറച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ കഴുകി മാറ്റി കേട്ടോ. അല്ലെങ്കിൽ ഒക്കെ കൂടി ഒരുമിച്ച് നമ്മളെ പണി കൂടുതലാണ്.
പിന്നെ സത്യം പറഞ്ഞാൽ നല്ല ഉറക്കക്ഷീണമുണ്ട്. 2-3 ദിവസമായിട്ട് പറഞ്ഞാൽ ഓരോ സ്ഥലത്തേക്ക് പോക്കും വരവൊക്കെ ആയിട്ട് ഉറക്കില്ല കേട്ടോ. നമ്മൾ ഈ ബോച്ചയുടെ പ്രൊമോഷൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ പോക്ക് വരല്ല. അങ്ങനെ പൊന്നു പറയട്ടെ, നാളെ അമ്മ എറണാകുളത്താണ് എനിക്ക് വർക്ക്. ഒരു വീടിൻ്റെ കുറ്റീശ്ശി അങ്ങനെ തോന്നുന്നു. അപ്പോൾ അവിടുത്തെ അവർ കാനഡയിലോ എവിടെയോ UK എവിടെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ അവരുടെ മേക്കപ്പ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ വീഡിയോ ഏറ്റവും കൂടുതൽ UK കാണുന്നത് പറഞ്ഞിട്ട് അവരുടെ സപ്പോർട്ട് കാരണം നല്ല മാതിരി ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് മുന്നിൽ കിട്ടുന്ന ബ്രൈഡ് കൂടുതലും ഈ കാനഡ സൈഡുള്ളവരായിക്കട്ടെ, ബ്രൈഡായാലും എങ്ങനെ കിട്ടുന്നവരായാലും അവിടെ ഉള്ളവരായിക്കട്ടെ കൂടുതൽ വശം കിട്ടാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ രാവിലെ എണീച്ച് പൊന്നു വന്ന് നമുക്ക് ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 11 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം. നമുക്ക് 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കുണിക്കും ചോറ് കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ പരിപ്പൂട്ടാനൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പരിപ്പൂട്ടാനും കുറച്ച് നത്തോലി വറുത്തതും ഒക്കെ കൂട്ടിയിട്ട് കുണിക്കും ചോറ് കൊണ്ട് കൊടുക്കട്ടെ. അവർ TV ഇരുന്ന് കണ്ടു. അപ്പം ഞാൻ അവർക്കത് അവിടെ കൊണ്ടുവച്ച് കൊടുത്താൽ അവർ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. ചില സമയത്ത് മാത്രമാണ് നമുക്ക് അവർക്ക് വായിൽ വെച്ച് കൊടുക്കുന്നത്. അല്ലാത്ത നേരത്തൊക്കെ അവർ ഒറ്റയ്ക്ക് ആയിക്കോട്ടെ. അങ്ങനെ ചില സമയത്ത് അവർ നല്ല കുട്ടികളാണ് കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ നത്തോലി ഫ്രൈ ചെയ്തെടുത്തത്. പക്ഷേ മുള്ളൊന്നും ഇങ്ങനെ മുള്ളൊക്കെ നല്ല മൊരിയും കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ. നമുക്ക് കുത്തിമുളക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുത്തിമുളക് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുരുമുളക് പൊടി പെരിഞ്ചീരക പൊടിയൊക്കെ ഇടാം കേട്ടോ. അങ്ങനെ ചെയ്യുക. അവർക്ക് ചോറ് കൊടുത്തതിന് ശേഷം അന്നുമായിട്ട് അടിച്ചൂരിട്ടു ഞാൻ വീട് തുടയ്ക്കാം കേട്ടോ. അന്നിട്ട് സിറ്റ് ഔട്ട് തുടച്ചു. പിന്നെ ബാക്കിയുള്ള സാധനം ഹാളും റൂമൊക്കെ ഞാൻ തുടച്ചിട്ടോ. പിന്നെ അടക്കളമൊക്കെ അന്നുമായിട്ട് തുടച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് അന്നായിട്ട് പറഞ്ഞു ഉണ്ണിക്ക് വയ്യാണ്ടായി ഞാൻ തുടയ്ക്കാമെന്ന് കേട്ടോ. അങ്ങനെ അടക്കളമൊക്കെ 2 അടക്കളയും അന്നുമായിട്ടാണ് കേട്ടോ തുടച്ചതെന്ന്. കാര്യം അന്നുമായിട്ട് ഒരു സപ്പോർട്ടുള്ള അതിനായിട്ട് രാത്രി ആയാലും പാതിരക്കാരും എല്ലാം പണിയോട് ചെയ്ത് ഇങ്ങനെ വീട് ക്ലീൻ ആക്കിയിട്ടാണ് എനിക്ക് പറ്റണത് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ എടുത്ത് കട്ട് ചെയ്ത് നമ്മൾ കൊട്ടയിലേക്ക് വെക്കാം കേട്ടോ. എന്ന് വെച്ചാൽ കൂടുതലുള്ളപ്പോൾ അത് ഫ്രിഡ്ജിൽ വയ്ക്കും. അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാത്രിയാകുമ്പോൾ ഞങ്ങൾ ചോറ്റാനിക്കര പോയിട്ട് ആ ഒരു വീഡിയോ ആണ് കേട്ടോ. ചോറ്റാനിക്കരയ്ക്ക് പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിട്ട് കാണുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബായ്.